അസ്സലാമലൈക്കും. അങ്ങനെ ഇന്ന് വേറൊരു മാർക്കറ്റിലേക്ക് പോവുകയാണ്. വേറൊരു ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് ഇപ്പം വരും. എത്ര എന്താ 20 ദിനാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 റുപ്യക്ക് ബസ്സിന് പോകാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 കൊല്ലം മുന്നേ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സാധനം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി. പക്ഷേ ഇതന്നെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് പാടാം. ഓക്കെ, ബസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാ 20 ദിനാറ് കൊടുത്ത് കിട്ടിയ ടിക്കറ്റ് 5 റുപ്യ. ഇത് വെച്ചിട്ട് ഇത് സെറ്റ് ടൗണിൻ്റെ അകത്ത് ഏത് ഭാഗത്തേക്കും പോവാം. അപ്പോൾ ഈ ടൗണിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടൗണിൻ്റെ പേര് മിൽക്കാത്തോസ് എന്നാണ്. 1014 അങ്ങനെ എന്തോ അർത്ഥമാക്കുന്ന. അതിൻ്റെ അർത്ഥം ഇത്രയും ബിൽഡിങ്ങിൻ്റെ എത്ര ബിൽഡിംഗ് ഉണ്ട് എന്നൊന്നും പറയുന്നത്. കുറേ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. ഇതെന്താന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ എന്തെല്ലോ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 1014 വീട്ടിൽ ഉള്ളത് കാരണമാണ് അങ്ങനെ ഒരു പേര് ഈ സ്ഥലത്തിന് വന്നത്. ഇതിൻ്റെ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്വർണ്ണക്കടയിൽ കയറിന്. അവിടെ ഉണ്ടായിരുന്ന യൂറോസാണ്. താങ്ക് യു. ഹെവി ഡിസൈൻസ് ആണ്. ഇതിൽ നോക്കിയാട്ടെ ഏതാ ഐറ്റം. മറ്റേ ക്രൂവല്ല എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടിടാ. അതിൻ്റെ അകത്ത് കുറേ പിടുത്തം വിട്ട ഡിസൈൻ ഉണ്ട്. അതെല്ലാം പോലെ ഉണ്ട് ചിലതെല്ലാം കാണാൻ. അപ്പോൾ ഇതാ സ്ട്രോബെറി ഈ ഒരു ബോക്സിന് 50 റുപ്യ. നല്ല വലിയ സ്ട്രോബെറി കേട്ടോ. ഇവിടെ നമ്മൾ ബ്രെഡിൻ്റെ എല്ലാം ചിലതിൻ്റെ എല്ലാം ഷേപ്പ് ഇങ്ങനെ കാണില്ലേ, ഒരു കുത്തെല്ലാം ആയിട്ട്. അത് ആക്കണ്ടിട്ടുള്ള മോൾഡാണ് ഇത്. വലിയ ബ്രെഡിൻ്റെ എല്ലാം ഇതാ വലിയ മോൾഡെല്ലാം ആയിട്ട്. സ്പോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നില്ല. ഇതാണ് മിൽക്ക സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കാണാം. ആ സൈഡിലാണ് കുറച്ചും കൂടി ഫ്രൂട്ട്സ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത്. മാർക്കറ്റിലേക്ക് വിളിക്കുന്ന കാണാം. മൈലാഞ്ചിയെല്ലാം ഏത് ക്വാളിറ്റിയാണെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ ഹോം മെയ്ഡും കാണാനുണ്ട്. പിന്നെ ബഹൂർ. ഇത് മൊത്തത്തിൽ ഒരു പെരുന്നാൾ അറേഞ്ച് ചെയ്യുന്നുള്ള സെറ്റപ്പുള്ള മാർക്കറ്റ് തന്നെ. തിരക്കുള്ള കാരണം ഇന്ന് ശനിയാഴ്ചയും ഹോളിഡേ ആണ്. എല്ലാവരും ഇതുപോലെ തന്നെ റമദാനിൻ്റെ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഡ്രസ്സെല്ലാം കാണണോ, ശരിയായ ലങ്കി മാറിയുന്നുള്ള സീനാണ്. അങ്ങനത്തെയും കാണാം, നോർമലും കാണാം.
ഇത് നമ്മൾ അധികം കാണാത്തൊരു വണ്ടിയാണ്, ഞാൻ കണ്ടിട്ടില്ല. പിന്നെയുള്ള വോക്സ്വാഗൺ, കിയ, സ്കോഡ, ഹ്യുണ്ടൈ, റെനോൾട്ട്, അതൊക്കെ അധികം ഉണ്ട്. സ്വീറ്റ്സിനുള്ള തിരക്ക്. സ്വീറ്റ്സ്, ഫ്രൂട്ട്സിന്റെ കടയിലേക്ക് കയറണം. നോക്കാം. നമ്മളെ സബർജല്ലി, ഇതിന് ഫർജൽ എന്നാ പറയല്ലേ, സബർജല്ലി. എല്ലാം സ്പീഡ് പറഞ്ഞാൽ മതി. ഈ ഓറഞ്ച് ഇതൊന്നിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ദുബായിൽ നിന്ന് ട്രൈ ചെയ്തിന്, ഒരു പുളിപ്പാണ്. ബാക്കിയൊരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ അതാരാടാ? ഓ അടിപൊളി. അങ്ങനെയുള്ളൊന്നും കാണുന്നില്ല, വെറൈറ്റി ആയിട്ടുള്ള. ബംബ്ലൂസ് നാരങ്ങില്ല, നമ്മളെ ബംബ്ലൂസ് നാരങ്ങ, അതിൻ്റെ ചെറിയ വേർഷൻ. ഇത് നമ്മളെ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങക്ക് തന്നെ ഏതാ വലുപ്പം. പിന്നെ വേറെ നമ്മളെ നാരങ്ങയിൽ ഇത്ര കാറ്റഗറി. നമ്മളെ ജ്യൂസിലെല്ലാം അധികം കിട്ടുന്ന ഒരു സാധനം. ഇതും ഏകദേശം ആ ഒരു ലെവലിലായിട്ടോ. അതിൻ്റെ ഇതാ ഓപ്പൺ ചെയ്തിട്ടുള്ള ഇതാ നല്ല റെഡ് കളറാണ്. ഓ ദുനിയ ദുനിയ. അപ്പോൾ മാർക്കറ്റ് ഗല്ലിയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അസ്സലാമു ലബേസ്. Do they have brain? കരളിന് കിബ്ദ എന്ന് പറയാം. എന്താണ് ഇത്? ബെൽറ്റ്, മത്തിയെല്ലാം എത്രയാ? അയിലയാണോ ഏതാ ഐറ്റം തിരിയുന്നില്ല. മറ്റേ പാമ്പിന്റെ തോല് പോലെ ഉണ്ട്. ഓ നോമ്പായിപ്പോ അല്ല പഠിച്ചോനെ, ഇല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. ഇറച്ചിയെല്ലാം വെച്ച് നോക്കിയ മഷ്റൂം ഉപ്പിലിട്ടത്. ഇതെന്തിന്റെ സ്മരണയായിട്ട് വെച്ചതാണ് പഠിച്ചോനെ. ഇത് ഈ തല ഉണ്ടല്ലോ കാണാൻ. ഇതിന്റെ മറ്റേ തോലിന്റെ കട്ടയാണ്. കാടിറച്ചി ഉണ്ടല്ലോ, കാടെല്ലാം വെരി റയർ ആയിട്ടാണല്ലോ. കാട മുട്ടയും ഉണ്ട്, അടിപൊളി. ഓ എൻ്റെ മോനെ കണ്ട സങ്കടമാകുന്നൊരു വേറൊരു ഐറ്റം. ഇതെത്രക്ക് ദഹിക്കുമെന്നറിയില്ല. മുയലിറച്ചി ഭയങ്കര ക്യൂട്ടല്ലേ. ഇതെന്തായാലും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. നല്ല സ്റ്റീക്കാക്കാൻ പറ്റിയ വലിയ ഹെവി കട്ട് ഐറ്റം. ഓ അതല്ലേതാ കട്ട്? പണ്ട് മറ്റേ കാർട്ടൂണിലെല്ലാം കാണലുണ്ട് ഇങ്ങനത്തെ പീസ്. ഓക്കെ, ഇത് സബർജല്ലിയാന്ന് നേരത്തെ അവിടെ കണ്ട പോലെ തോന്നിയിട്ട് പറഞ്ഞു. നോക്കുന്നേരം ഇത് വേറൊരു ടൈപ്പ് പിയേഴ്സാണ്. Same amount here? Less? ഇവിടെ അധികം മാർക്കറ്റിൻ്റെ അകത്ത്. مخدوم في الدار. That's why you I made homemade burak. burak. Yeah. Burak cover ചെയ്തിട്ട് ഇത് it's like a samosa. Sambusa. Okay. Exactly. അതിന്റെ എന്താ പറയാ,
ഇതിങ്ങനെ കവർ ചെയ്തിട്ട് എണ്ണയിൽ പൊരിക്കും. നമുക്ക് ഇവിടുന്ന് റൈസ് കിട്ടുമോ നോക്കാം. ബസ്മതിയാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇത് അത്ര പോരാ. താങ്ക് യു. സെയിം. എല്ലാം ഇന്ത്യൻ സ്പൈസസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം കാശ്മീരി മുളകാണോ നമ്മളെ മുളകാണോ തിരിയണമെങ്കിൽ കുറച്ച് പാടാം. ഇത് ഡേറ്റ്സ് സ്മാഷ്ഡ് ആണ്. ഇത് ഓരോരോ കടികളും അങ്ങനത്തെ എല്ലാം ആക്കുന്നതാണെങ്കിൽ ഇത് യൂസ് ചെയ്യും. ഡേറ്റ്സിൽ കുരു ഇല്ലാത്ത ഐറ്റംസ് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ഏത് കുരു ഇല്ലാണ്ട് തന്നെ കിട്ടുന്നത്. കുരു റിമൂവ് ചെയ്യുന്ന ഇതുണ്ട്, എല്ലാം കുരു ഇല്ലാണ്ട് തന്നെ കിട്ടും. പക്ഷെ അത് സീസൺ അല്ല എന്ന് പറഞ്ഞു. സോഫാർ കണ്ടതിൽ വെച്ചിട്ട് വലിയ മുളക് കാണുന്നുള്ളൂ. അതിൽ ഏറ്റവും വലിയ മുളക്. നമ്മൾ നേരത്തെ എടുത്ത ബുറാക്കിൻ്റെ ഇതാ. ഇത് പക്ഷേ ഹോം മെയ്ഡ് അല്ല. ഇതാണ് യൂസ്. മറ്റേ ഇത് സമൂസക്കെല്ലാം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബ്രെയിൻ കണ്ടെത്തിരിക്കുകയാണ്. ഇവിടെ പൂവൻ കോയും പടക്കോയും വേറെ വേറെ, പിന്നെ ഡക്ക് വേറെ, അങ്ങനെയല്ല നിൽക്കുന്നത്. കുറച്ച് കോട്ടി വാങ്ങിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കണം.